إن الحمد لله وصلي وسلم على رسولنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان لله أن يتخذ من ولد سبحانه സൂറ മറിയം 35-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ നിങ്ങൾ, മാ കാന ലില്ലാഹ്, അല്ലാഹുവിന് ആകാവതല്ല, അല്ലാഹുവിന് ഉണ്ടാകാവതല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് യോജിച്ചതല്ല, അല്ലാഹുവിന് ചേർന്നതല്ല. ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത്, ഈ പുത്രവാദം ഉയർത്തിക്കൊണ്ടുവന്നത് യഹൂദരും ആദ്യവും പിന്നീട് ക്രൈസ്തവരുമാണ്. യഹൂദർ ഉസൈർ നബി അല്ലാഹുവിന്റെ മകനാണെന്നും ഈസ നബി അല്ലാഹുവിന്റെ മകനാണെന്ന് ക്രൈസ്തവരും വാദിച്ചു. അതിനെയാണ് അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന് ഒരിക്കലും ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും യോജിച്ചതല്ല. ശേഷമല്ല പറയുന്നു, സുബ്ഹാനഹു, അവനെത്ര പരിശുദ്ധനാണ്. ഈ പറയുന്ന ജടിലവാദങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല എത്രയെത്ര പരിശുദ്ധനാണ്. ഇദാ ഖളാ അംറൻ, അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ നിശ്ചയമായും അത് യഖൂലു ലഹു, അതിനോട് പറയലാണ്, കുൻ കുൻ എന്ന് പറയലാണ്, ഉണ്ടാകൂ എന്ന് പറയലാണ്, ഫയകൂൻ, അപ്പോൾ അതാ അതുണ്ടാകുന്നു. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ കുൻ എന്ന് പറയുമ്പോൾ അതുണ്ടാകും. ആദം നബി അലൈഹിസ്സലാമിനെ കളിമണ്ണിൽ നിന്നും അല്ലാഹു തആല സൃഷ്ടിച്ചു. കുൻ എന്ന് പറഞ്ഞപ്പോൾ ആദം നബി ഉണ്ടായി. അതുപോലെ ഈസ നബി അലൈഹിസ്സലാമിനെ കുൻ എന്ന് പറഞ്ഞപ്പോൾ ഈസ നബി ഉണ്ടായി. അല്ലാതെ നിങ്ങൾ വാദിക്കുന്നത് പോലെ അത് ദൈവപുത്രനല്ല, വ്യഭിചാരപുത്രനല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള അത്ഭുതകൃത്യമല്ല. ഇതൊക്കെ അല്ലാഹു തആലാക്ക് നിസ്സാര കാര്യമാണ്. അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ കുൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകും. അല്ലാഹു തന്നെ വേറെ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്ന മസല ഈസ മസലി ആദം, ആദം നബി അലൈഹിസ്സലാമിനെ പോലെയാണ് ഈസ നബിയുടെ ഉദാഹരണം. രണ്ടും അല്ലാഹു തആല നേരിട്ട് സൃഷ്ടിച്ച സൃഷ്ടികളാണ്. അല്ലാതെ നിങ്ങളുടെ വാദപ്രകാരം പോലെ പിഴച്ച വാദങ്ങൾ അനുസരിച്ചല്ല കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്നാണ് അല്ലാഹു തആല അതിന്റെ മറുപടിയായി പറയുന്നത്. ഇത്രയുമാണ് ഈ ആയത്തുമായി വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.